സ്ട്രെസ് ഒരു മെന്റൽ ഇൽനെസ് ആണോ? സ്ട്രെസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്, ഒരു മെൻ്റൽ ഇൽനെസ് അല്ല. കുറേയൊക്കെ നമുക്കിതിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റും. കാരണം മനുഷ്യരുടെ മനസ്സ് അതുപോലെയാണ്. ചില വിശ്വാസങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ബെറ്റർ ആവും എന്നൊക്കെ പറയുന്നത് നല്ലതാണ്, അതുകൊണ്ടൊരു ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഗുഡ്. പക്ഷേ ഇതുപോലെ ഹാംഫുൾ ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരു തെറപ്പിസ്റ്റ് അല്ലെങ്കിൽ ഒരു കൗൺസിലറിന് ഏറ്റവും ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് പേഴ്സൺ ഷുഡ് ബി എ ഗുഡ് ലിസണർ. ഒരാൾ വന്ന് നമ്മളോട് ഒരു പ്രശ്നം പറയുമ്പോൾ അത് കേൾക്കാനുള്ളൊരു മനസ്ഥിതി ഉണ്ടാവണം. ഒരു വ്യക്തിക്ക് ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് മെന്റൽ ഹെൽത്തും. മുമ്പത്തേക്കാൾ ആളുകൾ ഇന്ന് മെന്റൽ ഹെൽത്തിന് പ്രാധാന്യം നൽകുന്നുമുണ്ട്. ഈ വിഷയത്തിൽ ഇന്ന് ഹെൽത്ത് പ്ലസിൽ നമുക്കൊപ്പം ചേരുന്നത് സൈക്കോളജിസ്റ്റായ വിമി സൂരജാണ്. വെൽക്കം വിമി. താങ്ക് യു. ആദ്യമായിട്ട് ചോദിക്കട്ടെ, സൈക്കോളജിസ്റ്റ് എന്നതിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയുക? ഞാൻ സൈക്കോളജിയിൽ നിന്ന് തുടങ്ങാം. സൈക്കോളജി എന്ന് പറഞ്ഞാൽ ശരിക്കും എല്ലാവരും വിചാരിക്കും ഒരു മാജിക് പോലത്തെ ഒരു സബ്ജക്റ്റാണ്. ശരിക്കും അതൊരു സയൻസാണ്. അപ്പോൾ ഒരു ഡെഫിനേഷനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് മൈൻഡ് ആൻഡ് ബിഹേവിയർ. ഒരാൾ എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനൊരു ഇമോഷൻ പ്രകടിപ്പിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ സൈക്കോളജിയിൽ ഒരു നോളജ് നല്ലതാണ്. അപ്പോൾ ശരിക്കും ഈ സൈക്കോളജി എന്നൊരു സബ്ജക്റ്റ് പറയുമ്പോൾ മറ്റേത് സയൻസും പോലെ തന്നെയാണ് സൈക്കോളജി. ഇതൊരു കോംപ്ലക്സ് സയൻസാണ് ശരിക്കും പറഞ്ഞത്. കാരണം നമുക്കിത് ഒബ്സർവബിൾ അല്ല. ഒരു വിൻഡ് അല്ലെങ്കിൽ എയർ നമുക്കറിയാം ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് സൈക്കോളജി. ബിക്കോസ് ഇറ്റ്സ് റിലേറ്റഡ് ടു മൈൻഡ്. നമുക്കത് കാണാൻ പറ്റില്ല, പക്ഷെ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു കോംപ്ലക്സ് സയൻസാണ്. അറ്റ് ദ സെയിം ടൈം ഇതൊരു കോമ്പിനേഷൻ ഓഫ് സയൻസസ് ആണ്. ഇപ്പം കോഗ്നിറ്റീവ് സയൻസ് അതിൽ വരുന്നുണ്ട്, ബിഹേവിയറൽ സയൻസ് വരുന്നുണ്ട്, പിന്നെ നമ്മുടെ ഒരു സോഷ്യൽ സയൻസസ് ഉണ്ടല്ലോ, ലൈക്ക് ഒരു കൾച്ചർ, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിലുള്ള കുറേ റൂൾസ് റെഗുലേഷൻസ്, അല്ലെങ്കിൽ ഒരു ജെനറ്റിക്സ്. ഇത് എല്ലാം ഒരു കോമ്പിനേഷനാണ് ഈ സൈക്കോളജിയിൽ വരുന്നത്. സോ മേ ബി വി ക്യാൻ സേ ദാറ്റ് ഇതൊരു ബ്രിഡ്ജാണ് ഫ്രം ഒരു നാച്ചുറൽ സയൻസ് ടു സോഷ്യൽ സയൻസ്. അതിൻ്റെ ഒരു കോമ്പിനേഷനാണ് സൈക്കോളജി. അതാണ് ശരിക്കും ഒരു ഇൻട്രൊഡക്ഷൻ. ഇപ്പോൾ സൈക്കോളജിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇനി സൈക്കോളജിസ്റ്റിനെ കുറിച്ച് ഇതുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക്? നമ്മൾ സൈക്കോളജി പഠിക്കുന്ന ഒരു പേഴ്സണെയാണ് സൈക്കോളജിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അതായത് സൈക്കോളജിയിൽ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മൈൻഡ് ആൻഡ് ബിഹേവിയറിനെ കുറിച്ചുള്ളൊരു അനാലിസിസ് ആണ് നടക്കുന്നത്, അതിനെക്കുറിച്ചുള്ളൊരു പഠനം. അതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന, ആ സബ്ജക്റ്റിൽ സ്പെഷ്യലൈസ് ചെയ്ത ഒരു പേഴ്സണെയാണ് നമ്മൾ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു മാനസിക സമ്മർദ്ദമോ എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റ്, ഈ രണ്ടു പേരിൽ ആരെ കാണണം? ഈ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പലർക്കും ഇപ്പോഴും അറിയില്ല. അപ്പോൾ ആൾക്കാർക്ക് അതൊന്ന് വളരെ ക്ലിയർ ആയിട്ടൊന്ന് പറയാമോ? ഓക്കെ, സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ സൈക്കോളജിക്കൽ ടെസ്റ്റ്, തെറപ്പി, കൗൺസിലിംഗ് ഒക്കെ വഴി ഒരു കണ്ടീഷനെ അസസ് ചെയ്യുന്നു. അതാണ് ഒരു സൈക്കോളജിസ്റ്റ് ചെയ്യുന്നത്. സൈക്കാട്രിസ്റ്റ് എന്ന് പറയുമ്പോൾ MBBS കഴിഞ്ഞിട്ട് സൈക്കാട്രിയിൽ സ്പെഷ്യലൈസ് ചെയ്ത ഒരു ഡോക്ടറാണ്. അവർക്ക് ഒരു മെൻ്റൽ ഇൽനെസ്സിനെ ട്രീറ്റ് ചെയ്യാനും അതിന് മെഡിക്കേഷൻ കൊടുക്കാനും ഉള്ള റൈറ്റ് ഉണ്ട്. അതായത് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാം. സൈക്കോളജിസ്റ്റിന് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് കൗൺസിലിംഗ്, തെറപ്പി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഡിഫറൻസ്. ഇപ്പോൾ ഒരു മെൻ്റൽ ഇൽനെസ് വന്നിട്ട്, ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ പൊതുവേ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് സ്ട്രെസ്സ്, എന്ത് പറഞ്ഞാലും സ്ട്രെസ്സ് എന്നാണ്. ഇപ്പോൾ എനിക്ക് ഇന്നലെ ഭർത്താവ് വഴക്ക് പറഞ്ഞപ്പോൾ എനിക്ക് സ്ട്രെസ്സായി, അല്ലെങ്കിൽ ഓഫീസിലെ സമ്മർദ്ദം കാരണം എനിക്ക് സ്ട്രെസ്സാണ്. എല്ലാവരും ഇന്ന് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് സ്ട്രെസ്സ്. അപ്പോൾ ഈ സ്ട്രെസ്സ് ഒരു മെൻ്റൽ ഇൽനെസ് ആണോ? സ്ട്രെസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്, ഒരു മെൻ്റൽ ഇൽനെസ് അല്ല. ഇപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് അറിയണമെങ്കിൽ സ്ട്രെസ് ഉണ്ട്, ആങ്സൈറ്റി ഉണ്ട്. അപ്പോൾ ആളുകൾക്ക് ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് തന്നെ ശരിക്കും അറിയില്ല. സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ ഫാക്ടർ, പുറത്തു നിന്നുള്ളൊരു കാരണം കൊണ്ട് നമ്മളിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ച്. ഫോർ എക്സാമ്പിൾ, ഇപ്പം എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു എക്സാം ഉണ്ട്, എനിക്കത് എഴുതാൻ പോകുന്നതിന് മുമ്പ് തോന്നുന്ന ഒരു പ്രഷർ. അതായത് നമുക്കത് ഫിസിക്കലി നമുക്ക് ഫീൽ ചെയ്യും, കൈ തണുക്കുന്നു, വേർക്കുന്നു, ഹാർട്ട് ബീറ്റ് കൂടുന്നു എന്നുള്ളൊരു ഫീലിംഗ്. അതൊരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കാരണം വരുന്നതാണ്. എന്നാൽ ആ ഒരു പ്രസൻറ്റേഷൻ, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ, അല്ലെങ്കിൽ ആ ഒരു എക്സാം കഴിയുമ്പോൾ നമ്മൾ നോർമലാവും, നമ്മൾ ഓക്കെയാണ്. ആ ഒരു എക്സ്റ്റേണൽ ഫാക്ടർ കാരണം മാത്രം ഉണ്ടായ ഒരു കണ്ടീഷനാണ് സ്ട്രെസ്സ്. നേരെ മറിച്ച് ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ സെയിം സിംറ്റംസ് ആണ്, പക്ഷേ അത് ലോങ് ലാസ്റ്റിംഗ് ആണ്, കുറേ കാലത്തേക്കുണ്ടാവും. മേ ബി മോർ ദാൻ 2 weeks എന്നൊക്കെ പറയാം. അതായത് കോൺസ്റ്റൻ്റ് ആയിട്ട് അവർക്ക് ഇങ്ങനെ ഒരു വറി, ഒരു സുഖമില്ലായ്മ, ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ കൈ തണുക്കുന്നു, വിറയ്ക്കുന്നു, ഇങ്ങനത്തെ ഒക്കെയുള്ള ഫീലിങ്സ് വരും. അതാണ് ആങ്സൈറ്റി എന്ന് പറയുന്നത്.
ഇപ്പോൾ ഈ സ്ട്രെസ്സ് വരുന്ന ഒരാൾക്ക് അത് സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ? എനിക്ക് സ്ട്രെസ്സാണ്, എന്നെ ബാധിച്ചിരിക്കുന്ന ഞാൻ ഈ പറഞ്ഞ സിംറ്റംസ് ഇല്ലേ, ഒരു എക്സ്റ്റേണൽ ഫാക്ടർ കാരണമുണ്ടായ ഒരു പ്രഷർ ആണെങ്കിൽ ഇറ്റ് ഈസ് സ്ട്രെസ്. ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു നമ്മൾ ഓക്കെ ആണെങ്കിൽ അത് എത്ര കാലത്തേക്ക് ഉണ്ടാവും? അങ്ങനെ ഒരു ടൈം പീരീഡ്? ഷോർട്ട് പീരിയഡ്. ആ ഒരു പെർട്ടിക്കുലർ കാര്യം തീരുന്നത് വരെ മാത്രമേ നമുക്ക് ആ ഒരു ഫീൽ ഉള്ളൂ. അത് കഴിയുമ്പോൾ നമ്മൾ നോർമലായി. അപ്പോൾ അത് സ്ട്രെസ്സാണ്. അതേസമയം ഇതൊരു 2 ആഴ്ചയോളം ഒരു കാരണവും ഇല്ലാതെ, അതായത് എക്സ്റ്റേണൽ ഒരു ഫാക്ടറും ഇല്ല, ഇൻ്റർവ്യൂ അല്ല, എക്സാം അല്ല, ഒരു കോൺഫ്ലിക്റ്റ് അല്ല, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു വഴക്കല്ല, അത് കാരണം ഒന്നുമല്ല ഈ ഒരു ഫീലിംഗ് വരുന്നത്. വെറുതെ നമുക്ക് ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളിങ്ങനെ വറി ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ആങ്സൈറ്റി. അപ്പോൾ ഈ സ്ട്രെസ്സ് വരുന്ന ഒരാൾ ആരെയാണ് സമീപിക്കേണ്ടത്? ഒരു സൈക്കോളജിസ്റ്റിനെയാണ്. കാരണം അവർക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു തെറപ്പി മാത്രമാണ്, ഒരു ടോക്ക് തെറാപ്പിയിൽ കൂടിയൊക്കെ നമുക്കതിനെ ഓവർകം ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് നിങ്ങൾ സംസാരിച്ചിട്ട്? യെസ്, ആ മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അത് അവരുടെ ഉള്ളിലുള്ള ആ സ്ട്രെസ്സിന് കോസ് ചെയ്യുന്ന റീസൺ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് നമ്മളത് സംസാരത്തിൽ കൂടിയാണ് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. ഇപ്പോൾ ആങ്സൈറ്റി പറഞ്ഞല്ലോ, ആങ്സൈറ്റി ഞങ്ങൾ ജേർണലിസ്റ്റിനെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു ഒബ്ജക്റ്റീവ്സിൽ വരുന്നതാണ് ആങ്സൈറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് കണ്ടെത്താനുള്ളൊരു വിൽ പവർ ഉണ്ടാവും എന്ന് പറയും. കാരണം ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ അത് മുന്നോട്ട് കണ്ടുപിടിക്കണമെങ്കിൽ ആങ്സൈറ്റി വേണം, അത് അറിയാനുള്ളൊരു ത്വര വേണമെന്ന് പറയും. അപ്പോൾ അതുപോലെ ആങ്സൈറ്റി കൂടിക്കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത്? ശരിക്കും സ്ട്രെസ്സാണ് നമുക്ക് ആവശ്യം. കാരണം സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് അലേർട്ടാക്കും. അതായത് എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട്, അപ്പം ഞാൻ അതിന് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മളൊന്ന് പ്രിപ്പയർഡ് ആക്കാൻ സ്ട്രെസ് നല്ലതാണ്. പക്ഷേ ആങ്സൈറ്റി ഇറ്റ്സ് എ അൺപ്ലസൻറ്റ് തിങ്, നമുക്കത്ര സുഖമുള്ള ഒരു കാര്യമല്ല, പിന്നെ കുറേ കാലത്തേക്കുണ്ട്. അപ്പോൾ അത് നമ്മൾക്ക് ഫിസിക്കലി നമ്മളുള്ള ഒരുപാട് ചേഞ്ചസും വരുത്തും. അതുകൊണ്ട് ആങ്സൈറ്റി ഒരിക്കലും നല്ലതായിട്ട് പറയുന്നില്ല. ആങ്സൈറ്റി എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക? അത് സൈക്കോളജിസ്റ്റ് ആണോ അതോ സൈക്കോളജിസ്റ്റിന് ഹാൻഡിൽ ചെയ്യാം. കാരണം അതിൻ്റെ സിവിയറിറ്റി വെച്ചിട്ടാണ്. ഇപ്പം നമ്മൾ അവരുമായിട്ടൊരു കൗൺസിലിംഗ് സെഷൻസ് നടത്തുമ്പോൾ ഇതിൻ്റെ സിവിയറിറ്റി നോക്കിയിട്ടാണ് നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്കൊരു സൊല്യൂഷൻ കൊടുക്കാൻ പാടില്ല, നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മളത് സൈക്കാട്രിസ്റ്റിന് റെഫർ ചെയ്യുക ചെയ്യുന്നത്. ഇപ്പോൾ ആങ്സൈറ്റി പറഞ്ഞല്ലോ, ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും ഇത് വ്യത്യസ്ത രീതിയിലാണോ വരാറ്? ഈ ടൈം പീരീഡിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ? എങ്ങനെയാണ് ഈ വ്യത്യാസമുള്ളത്? രീതികൾ വ്യത്യാസമായിരിക്കും. കാരണം ഓരോരുത്തരും നമ്മളെല്ലാം ഡിഫറെൻ്റ് ആണല്ലോ, ഓരോ യുണീക്നെസ് ഉണ്ട് നമുക്ക്. അതുകൊണ്ട് ഇത് വരുന്ന രീതികളും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ കുട്ടികളിൽ കാണുന്ന പോലത്തെ ഒരു സിംറ്റംസ് ആയിരിക്കില്ല ഒരു എൽഡർലി പേഴ്സണിൽ ഉണ്ടാവുക. അതുപോലെ ഒരു ഫീമെയിലിൽ ഉണ്ടാകുന്ന പോലെ ആയിരിക്കത്തില്ല ഒരു മെയിലുണ്ടാവുക. അതേപോലെ നമ്മൾക്ക് വരുന്ന റീസൺസും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു പുരുഷൻ ഉണ്ടാവുന്ന പോലത്തെ ഒരു കാരണം കൊണ്ടായിരിക്കില്ല ഒരു സ്ത്രീക്ക് ആങ്സൈറ്റി ഉണ്ടാവുക. ഡിഫറെൻ്റ് ആയിരിക്കും ഇതെല്ലാം. ഇപ്പോൾ ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ വറി അല്ലേ പ്രധാനമായിട്ടും ഉണ്ടാവുക? കോൺസ്റ്റന്റ് വറി. അപ്പോൾ ഇത് 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്നതാണ് പറയുന്നത്? 2 ആഴ്ച കൂടുതൽ നീണ്ടു നിൽക്കാം. അത് പിന്നെ നമ്മൾ കറക്റ്റ് ടൈമിന് അത് അസസ് ചെയ്ത് അതിനൊരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ അത് ഡിപ്രഷനിലേക്കോ അങ്ങനെയുള്ള ഒരു കണ്ടീഷനിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ ആങ്സൈറ്റിയുടെ കാര്യം പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ഭർത്താവിനോ അച്ഛനോ പാരൻസിനോ ആർക്കെങ്കിലും ആങ്സൈറ്റി ഉണ്ട്, നമ്മൾ അവരുടെ കൂടെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവർക്കുള്ള ഒരു ആങ്സൈറ്റി അത് നമ്മളിലേക്ക് ബാധിക്കാനുള്ള സാധ്യത ഇല്ല. ഇത് കണ്ടേജിയസ് അല്ല, അങ്ങനെ പകരുന്നത് പോലത്തെ ഉള്ള ഒരു കണ്ടീഷനല്ല ഇത് നേരത്തെ പറഞ്ഞ പോലെ കുറേ റീസൺസ് കാരണം ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ്. അത് ഒരാളിൽ മാത്രം വരുന്നത്, അത് മറ്റുള്ളവരിലേക്ക് വരാനുള്ള ചാൻസസ് ഒക്കെ വളരെ കുറവാണ്. ഇപ്പോൾ ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ വറി എന്ന് പറഞ്ഞല്ലോ, അതായത് ഒറ്റപ്പെടുക, സങ്കടം, ഭക്ഷണം കഴിക്കുക, ഡിപ്രഷൻ, ഓക്കെ, പിന്നെ ഉറക്കമില്ലായ്മ, ഇതൊക്കെ അതിൻ്റെ രോഗലക്ഷണങ്ങളായിട്ടാണല്ലോ പറയുന്നത്. അപ്പോൾ നമ്മൾ കൂടെ താമസിക്കുന്നവർ ഇതൊക്കെ കാണിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരു ഡിസ്റ്റർബിംഗ് ആണ്. പക്ഷേ അതിന് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ അത് വെച്ച് ടോളറേറ്റ് ചെയ്യുന്നതിന് പകരം അതിനെ എത്രയും പെട്ടെന്ന് ഒരു ട്രീറ്റ്മെൻറ്റ് ലെവലിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. വിമി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ സ്ട്രെസ്സും സ്ട്രെയിനുമായിട്ട് വരുന്നവരുടെ ഒരു എണ്ണത്തിൽ കൂടുതൽ ഇപ്പോൾ ഈയിടെയായിട്ട് കൂടുതൽ കൂടുന്നുണ്ടോ, അതോ എങ്ങനെയാണ് ആൾക്കാരുടെ ഒരു? ആളുകളിൽ പണ്ടും സ്ട്രെസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന ആങ്സൈറ്റിയും എല്ലാം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു പ്ലസ് പോയിന്റ് വന്നതെന്ന് പറഞ്ഞാൽ കുറേം കൂടെ ആളുകൾ അവെയറാണ്, അതുകൊണ്ട് കുറേം കൂടെ ഓപ്പണായിട്ട് പറയുന്നു. അങ്ങനെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അതെ. പണ്ട് കാലത്താണെങ്കിൽ ഈ സൈക്കോളജി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭ്രാന്തിന് ചികിത്സിക്കുന്ന ഒരു സമ്പ്രദായം, അങ്ങനത്തെ കുറേ മിസ്കൺസെപ്റ്റ് ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഇപ്പോൾ അതിന്ന് മാറിയിട്ട് ഒരുപാട് പേര് അതെ ഓപ്പണായി പറയുന്നുണ്ട്. ഇപ്പോൾ വാർത്തയിൽ തന്നെ ഇഷ്ടംപോലെ വാർത്തയിൽ നിറഞ്ഞു വന്നിരുന്നു. കഴിഞ്ഞ് ബാധ ഒഴിപ്പിക്കൽ വഴി കുറേ പേര് കൊല്ലപ്പെട്ടതൊക്കെ വാർത്തയിൽ വന്നിരുന്നു. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഈ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് വരുന്നതിന് പകരം ഇങ്ങനെ ബാധ ഒഴിപ്പിക്കൽ കേന്ദ്രങ്ങളിലേക്ക് ആൾക്കാർ പോകുന്ന ഒരു രീതിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഒരു നിലവിലെ സ്ഥിതി എന്താണെന്ന്?
ഇപ്പോഴും ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. മെയിൻലി ഒരു അവയർനെസ് ഇല്ലാത്തതിൻ്റെ, അല്ലെങ്കിൽ ഒരു എക്സ്പോഷർ ഇല്ലാത്തതിൻ്റെ. ഇപ്പോൾ ഒരു അല്പം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർക്ക് ഇതാണ് എനിക്ക് അനുഭവിക്കുന്ന വിഷമം എന്ന് മനസ്സിലാക്കിയിട്ട് അവർ റൈറ്റ് പാത്തിലായിരിക്കും പോകുന്നത്. അവരൊരു സൈക്കോളജിസ്റ്റിനെ കാണും, അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് പോകും, അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ അപ്രോച്ച് ചെയ്യും. ഇതാണ് ചെയ്യുക. പക്ഷേ ഇതറിയാത്തവർ, ഇതിൻ്റെ ഒരു ലോവർ ലെവലിലേക്ക് വരുന്നവരാണ് മിക്കവാറും ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളിൽ പോയി പെടുന്നത്. ഈ ബാധ ഒഴിപ്പിക്കൽ, അല്ലെങ്കിൽ എന്താ പറയുക, പോയി വഴിപാട് കഴിച്ചാൽ, എന്താ പറയുക, ഉഴിഞ്ഞിട്ടാൽ എന്നൊക്കെ പറയുന്നത് കേൾക്കാം, ചരട് കെട്ടുക, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. കുറേയൊക്കെ നമുക്കിതിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റും. കാരണം മനുഷ്യരുടെ മനസ്സതുപോലെയാണ്. ചില വിശ്വാസങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ബെറ്റർ ആവും എന്നൊക്കെ പറയുന്നത് നല്ലതാണ്. അതുകൊണ്ടൊരു ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഗുഡ്. പക്ഷേ ഇതുപോലെ ഹാംഫുൾ ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ദൈവം പാതി താൻ പാതി. പിന്നെ ഈ ഡിപ്രഷൻ്റെ കാര്യം പറഞ്ഞു, വിഷാദ രോഗം. അപ്പോൾ പണ്ട് മുതലേ നമ്മളിങ്ങനെ വാരികളിലൊക്കെ വിഷാദ രോഗത്തിനെ കുറിച്ചൊക്കെ പണ്ട് മുതലേ ഇങ്ങനെ കേട്ടുവരുന്നൊരു കാര്യമാണ്. അപ്പോൾ വിഷാദ രോഗം എന്ന് പറയുമ്പോൾ എന്താണ് പെട്ടെന്ന് നമുക്ക് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് അതിൻ്റെ രോഗലക്ഷണങ്ങൾ? അതൊരു രോഗം തന്നെയല്ലേ? അപ്പോൾ അതിൻ്റെ രോഗലക്ഷണങ്ങൾ എങ്ങനെ കണ്ടെത്താൻ പറ്റും? നമുക്ക് സ്വയം അത് വിഷാദം ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? എന്നിട്ട് ആരെയാണ് നമ്മൾ സമീപിക്കേണ്ടത്? ഇപ്പോൾ ഡിപ്രഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിലൊക്കെ നമുക്കൊരു താല്പര്യമില്ലായ്മ, ആളുകളെ കാണണം എന്നില്ല, ആളുകളോട് സംസാരിക്കണം എന്നില്ല, പിന്നെ എപ്പോഴും ഒരു റീസണും ഇല്ലാതെ സങ്കടം വരിക, ചിലപ്പോൾ കരയുക, അതല്ലെങ്കിൽ എന്താ പറയുക, എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളൊരു പേടി, ഇങ്ങനത്തെ കുറേ സിംറ്റംസ് ഉണ്ട് ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇതാണ് നിങ്ങൾക്ക് കാണിക്കുന്ന നിങ്ങളുടെ ബോഡിയിൽ വരുന്ന ഓരോ ലക്ഷണങ്ങളെങ്കിൽ ഉറക്കമില്ലായ്മ, അല്ലെങ്കിൽ കുറേ ഉറങ്ങിയിട്ടും ക്ഷീണം, എത്ര മണിക്കൂറുകളോളം ഉറങ്ങി എന്നിട്ടും എനിക്ക് ക്ഷീണം മാറുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയുണ്ടെങ്കിൽ അത് ഡിപ്രഷനാണ്. ഡിപ്രഷൻ ഇപ്പം നമ്മൾ എന്താ പറയുക, പല സ്റ്റേജസ് ഉണ്ട്. ഒരു മൈൽഡ് ഡിപ്രഷനൊക്കെ ആണെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഒരു സൂയിസൈഡൽ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളത് സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് ട്രീറ്റ് ചെയ്യുന്നതാണ് ബെറ്റർ. ഇപ്പോൾ സൂയിസൈഡിൻ്റെ കാര്യം പറഞ്ഞു. ഈ ഡിപ്രഷൻ കാരണം സൂയിസൈഡ് വർദ്ധിക്കുന്നതായിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഡിപ്രഷൻ കാരണം സൂയിസൈഡൽ, ഇതെല്ലാം റീസൺസ് എല്ലാം മിക്കവാറും നോക്കിക്കഴിഞ്ഞാൽ ഒരു കോസ് ഡിപ്രഷനാണ്. അല്ലാതെ പിന്നെ പല റീസൺസ് ഉണ്ട്. എന്താ പറയുക, ഇപ്പം ഒരു എക്സാമിന് തോറ്റു എന്ന് പറഞ്ഞാൽ അത് ഡിപ്രഷൻ കൊണ്ടല്ലല്ലോ, ഒരു ഫെയിലിയർ ഫേസ് ചെയ്യാനുള്ള ഒരു മെൻ്റൽ സ്ട്രെങ്ത് ഇല്ലാത്തത് കൊണ്ട് ചെയ്യുന്നതല്ലേ. അപ്പോൾ അത് റീസൺസ് പലതാണ്. ഡിപ്രഷൻ കൊണ്ട് ചെയ്യുന്നതുണ്ട്, സൂയിസൈഡ് നടക്കുന്നുണ്ട്. നമുക്ക് ഈ സൂയിസൈഡ്, ഇപ്പോൾ ഡിപ്രഷൻ കാരണം സൂയിസൈഡിലേക്ക് എത്തുന്ന കേസുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സ്കൂൾ തലം തൊട്ട് അത്തരത്തിലൊരു അവബോധം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നലില്ലേ? ഇപ്പോഴത്തെ ഈ കാലത്ത് ശരിക്കും പറഞ്ഞ ഒരു അവയർനെസ് നല്ലതാണ്. പക്ഷേ ഒരുപാട് സ്കൂൾസ് ഇപ്പോൾ അത് മുമ്പോട്ടേക്ക് വന്നിട്ടുണ്ട്. കാരണം കൗൺസിലേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്ത് 3-4 കൗൺസിലേഴ്സൊക്കെ ഉള്ള സ്കൂൾസ് ഉണ്ട്. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. ഗവൺമെൻറ് സ്കൂൾസിലുണ്ട്. അവിടെ ടീച്ചേഴ്സിന് പോലും അങ്ങനെ ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് അതിൽ സ്പെഷ്യലൈസ് ചെയ്യാമെന്ന്. അതൊരു നല്ല അപ്രോച്ച് തന്നെയാണ് ശരിക്കും പറഞ്ഞത്. ഇപ്പോൾ മനഃശാസ്ത്രത്തിൻ്റെ ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്. അത് ഏതൊക്കെ തരത്തിലാണ്, എങ്ങനെയാണ് നമ്മൾ മനുഷ്യന്മാരെ അത് ബാധിക്കുന്നത് എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഡീപ്പായിട്ടുള്ളൊരു മെൻ്റൽ ഇൽനെസ് തന്നെയാണ്. അതിൽ തന്നെ ബൈപ്പോളർ ഡിസോർഡർ, സ്കീസോഫ്രീനിയ, ഇങ്ങനത്തെ വലിയ വലിയ വേർഷൻസ് ഒക്കെ വരുന്നുണ്ട്. അതിൻ്റെ സിംറ്റംസും എല്ലാം നമ്മളിപ്പോൾ പറഞ്ഞ സ്ട്രെസ്സും ആങ്സൈറ്റിയുടെ ഒന്നും സിംറ്റംസ് ആയിരിക്കത്തില്ല. അങ്ങനെയുള്ള കേസസ് ശരിക്കും പറഞ്ഞാൽ ഒരു സൈക്കോളജിസ്റ്റ് അല്ല ഹാൻഡിൽ ചെയ്യേണ്ടത്, അത് സൈക്കാട്രിസ്റ്റാണ് ഹാൻഡിൽ ചെയ്യുന്നത്. കാരണം അതിന് മെഡിക്കേഷൻസിൻ്റെ ആവശ്യം വരാറുണ്ട്. ഇപ്പോൾ ക്ലിനിക്കൽ സൈക്കോളജി, കൗൺസിലിംഗ് സൈക്കോളജി, ഇങ്ങനെ ഒരുപാട് വേർഡ്സ് നമ്മൾ ഇതിൽ കേൾക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സൈക്കോളജികൾ തമ്മിൽ എന്താണ് ഡിഫറൻസ് ഉള്ളത്? നേരത്തെ നമ്മൾ സൈക്കോളജിയും സൈക്കാട്രിയും പറഞ്ഞതുപോലെ തന്നെ വലിയൊരു ഡിഫറൻസ് ഉണ്ട്. ക്ലിനിക്കൽ സൈക്കോളജിയും കൗൺസിലിംഗ് സൈക്കോളജിയും ശരിക്കും അപ്ലൈഡ് സൈക്കോളജിയുടെ 2 ബ്രാഞ്ചസ് ആണ്. അപ്പം ക്ലിനിക്കൽ സൈക്കോളജിയിൽ വരുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കുറച്ചുകൂടി സിവിയർ മെൻ്റൽ ഇൽനെസ് അവർക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഫോബിയ, ഇപ്പോൾ പറഞ്ഞ ഡിപ്രഷൻ, സ്കീസോഫ്രീനിയ, ബൈപ്പോളർ ഡിസോർഡർ, ഇതെല്ലാം അസസ് ചെയ്യാനും ട്രീറ്റ് ചെയ്യാനും ഉള്ള ഒരു ട്രെയിനിങ് ആണ് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് കിട്ടുന്നത്. കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു റിലാക്സ്ഡ് ആണ്. അതായത് നമ്മളുടെ ഒരു എവ്രിഡേ ചാലഞ്ചസ് ഉണ്ടല്ലോ, സ്ട്രെസ്, ആങ്സൈറ്റി, എക്സാം ഫിയർ, റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, ഇതൊക്കെയാണ് കൗൺസിലിംഗ് സൈക്കോളജിയിൽ ഹാൻഡിൽ ചെയ്യുന്നത്. ഇതാണിത് തമ്മിലുള്ള ഡിഫറൻസ്. ഇപ്പോൾ വിമി ഇതിൽ ഏതാണ് സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത്? ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തിരിക്കുന്നത് ക്ലിനിക്കൽ സൈക്കോളജിയിലാണ്. പിന്നെ ഞാനൊരു ഡിപ്ലോമ ചെയ്തിട്ടുണ്ട് കൗൺസിലിംഗ് സൈക്കോളജിയിലും. ഇപ്പോൾ പക്ഷേ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൗൺസിലിംഗ് സൈക്കോളജിയിലാണ്. കാരണം എനിക്ക് കുറേം കൂടി എന്താ പറയുക, എനിക്കും ഒരു
എന്തെങ്കിലും ഒരു ഇൻപുട്ട് ചെയ്യാൻ പറ്റുന്നത് കൗൺസിലിംഗ് സൈക്കോളജിയിലാണ്. പക്ഷേ ക്ലിനിക്കൽ സൈക്കോളജി തന്നെ ഇതിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വീടുകളിൽ പോലും ഒറ്റപ്പെട്ട് കഴിയുന്ന കുറേ പിള്ളേരാണെങ്കിലും വലിയവരാണെങ്കിലും ഒരുപാട് പേര് ചുറ്റുമുണ്ടെങ്കിലും നമുക്ക് സംസാരിക്കാൻ ആളുകളില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ സമൂഹത്തിലുള്ളത്. കാരണം പാരൻസ് ആണെങ്കിലും ഹെക്റ്റിക് വർക്ക്, അവർക്ക് സമയം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങളെപ്പോലുള്ള സൈക്കോളജിസ്റ്റുകൾ എന്നും സമൂഹത്തിന് എന്നും വേണ്ടവരാണെന്നുള്ള ഒരു കാഴ്ചപ്പാടിന് പുറത്താണോ ഇങ്ങനെയൊരു തീരുമാനം എടുത്തത്? ഞാൻ ഭയങ്കര പാഷനേറ്റ് ആയിരുന്നു ഈ സബ്ജക്റ്റിൽ. പക്ഷേ എനിക്കതിലൊന്നും പ്രത്യേകിച്ച് എൻ്റെ ഗ്രാജുവേഷനൊന്നും ഇതിലായിരുന്നില്ല. ബട്ട് കരിയർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ബ്രേക്ക് എടുത്തു, മോൻ ഒക്കെ ആയപ്പോൾ. ആ ബ്രേക്ക് എടുത്ത സമയത്താണ് ഞാൻ ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത്. അപ്പോൾ എൻ്റെ ഒരു പാഷൻ കൊണ്ട് ഞാൻ ആ സബ്ജക്റ്റ് എടുത്ത് പഠിച്ചതാണ്. ഓക്കെ. ഇപ്പോൾ നേരത്തെ പറഞ്ഞു റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ നമ്മൾ പൊതുവേ സമൂഹത്തിൽ കാണുന്നത് ഒരുപാട് റിലേഷൻഷിപ്പ്, പല തരത്തിലുള്ള റിലേഷൻഷിപ്പ്, ബിഫോർ മാരേജ്, ആഫ്റ്റർ മാരേജ്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് ഈ ഇത്തരത്തിൽ ഒരു മെൻ്റൽ ഇൽനെസ്സിലേക്ക് ആൾക്കാരെ തള്ളിവിടുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഒരുപാടുണ്ട്. കാരണം ചിലതൊക്കെ നമ്മൾ ഇപ്പോൾ ഈ നാർസിസ്റ്റിക് ബിഹേവിയറൊക്കെ ചിലപ്പം കല്യാണമൊക്കെ കഴിച്ച് ഒരു 10-20 വർഷമൊക്കെ കഴിയുമ്പോഴായിരിക്കും നമുക്കത് ഇതായിരുന്നു എന്നുള്ള റിയലൈസേഷൻ ഉണ്ടാകുന്ന കേസസ് വന്നിട്ടുണ്ട്. ഇതെല്ലാം അപ്ബ്രിങ്ങിങ് കൊണ്ട് വരുന്നതാണ്. ചൈൽഡ്ഹുഡിലുണ്ടായ ചില പല കാരണങ്ങൾ കൊണ്ടാണ് ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉണ്ടാവുന്നത് തന്നെ. അപ്പോൾ അതൊക്കെ കണ്ടുപിടിച്ച് വരാനായിട്ട് കുറേ വർഷങ്ങളൊക്കെ എടുക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞതുപോലെ വിവാഹത്തിന് ശേഷവും ഇതുപോലുള്ള സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സൊക്കെ പുറത്ത് വരാറുണ്ട്. അങ്ങനത്തെ കേസസ് ഒക്കെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് ടേംസ് ഉണ്ട് ഈ സൈക്കോളജിയിൽ. CBT, സൈക്കോ അനാലിസിസ്, നമ്മൾ കുറേ സിനിമകളിൽ തന്നെ നമ്മൾ ഇതൊക്കെ കേൾക്കുന്നത്. അപ്പോൾ പലർക്കും ഇതൊന്നും അറിയില്ല. അതുകൊണ്ട് അതൊക്കെ എന്താണെന്നൊന്ന് വിവരിക്കാമോ? ഈ CBT എന്ന് പറയുന്നത് കോഗ്നേറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയാണ്. അതായത് കോഗ്നേറ്റീവ് എന്ന് പറയുമ്പോൾ അത് ബ്രെയിനുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ അത് കൂടുതലും നമ്മുടെ തിങ്കിങ്, നമ്മളുടെ ചിന്ത എങ്ങനെയാണ്, എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നു, എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് അവർ പോകുന്നത് എന്നുള്ളത് നോക്കിയിട്ട് നെഗറ്റീവ് തോട്ട്സ് വരുമ്പം അതിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാണ്. അതാണ് കോഗ്നേറ്റീവ് തെറപ്പി. സൈക്കോ അനാലിസിസ് അല്ലെങ്കിൽ സൈക്കോ ഡൈനാമിക് തെറപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ, ഇപ്പോൾ ഈ പ്രായത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ പാസ്റ്റ് ലൈഫിലെ പാസ്റ്റ് എക്സ്പീരിയൻസ് കൊണ്ടാണോ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് കൊണ്ടാണോ എന്ന് അസസ് ചെയ്തിട്ട് അന്ന് സംഭവിച്ച എന്തെങ്കിലും കാരണമാണോ എന്ന് പഠിച്ച് അവർക്ക് അതിനുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുന്നതാണ് സൈക്കോ അനാലിസിസ്. അത് കൂടുതലും റിലേഷൻഷിപ്പ് ഇഷ്യൂസ് അല്ലെങ്കിൽ എന്താ പറയുക, പാസ്റ്റ് അൺറിസോൾവ് ട്രോമ എന്ന് പറയും. അതായത് റിസോൾവ് ചെയ്തില്ല, അന്ന് സംഭവിച്ച ഒരു ട്രോമ കാരണം ഇന്നുള്ള ലൈഫിലും നമുക്ക് കംഫർട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളാണ് സൈക്കോ അനാലിസിസിൽ ട്രീറ്റ് ചെയ്യുന്നത്. തേർഡ് വൺ ഈസ് മൈൻഡ്ഫുൾനെസ് എന്നൊരു ഓപ്ഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. എല്ലാവരും പറയുന്നുണ്ട് മൈൻഡ്ഫുൾനെസ്. എവിടെ ചെന്നാലും ഇപ്പോൾ ഞങ്ങൾ ട്രെയിനിങ്സിനൊക്കെ ചെല്ലുമ്പോൾ കൂടുതലും നമ്മളത് എല്ലാവരിലും പറഞ്ഞു കൊടുക്കുന്നത്. കാരണം ഈ CBT സൈക്കോ അനാലിസിസ് ചെയ്യുന്നതിനേക്കാളും നമുക്ക് ഈസി ആയിട്ട് കണക്റ്റഡ് ആവാൻ പറ്റുന്നത് മൈൻഡ്ഫുൾനെസ്സിലാണ്. ലിവിങ് ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ്, ഈ ഒരു സെക്കൻഡിൽ എന്ത് ചെയ്യണം എന്ന് മാത്രം ചിന്തിക്കുക, അതാണ് മൈൻഡ്ഫുൾനെസ്. അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു എപ്പോഴും നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കത്തില്ല നമുക്ക് ചുറ്റും. അപ്പോൾ അങ്ങനെ ഒരു അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ വരുമ്പോൾ അതിനോട് പെട്ടെന്ന് റിയാക്ട് ചെയ്യാതെ ഒന്ന് പോസ് ചെയ്ത് നല്ലൊരു എന്താ പറയുക, നമ്മുടെ ബ്രീതിങ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് അതിനോട് റെസ്പോണ്ട് ചെയ്യുക. ചിലപ്പോൾ നമ്മൾ ഭയങ്കര എന്താ പറയുക, വളരെ ജോലി എങ്ങനെ അതിലേക്ക് ഇൻവോൾവ് ആയിട്ടൊന്ന് ജോലി ചെയ്യുമ്പോഴായിരിക്കും കുട്ടികൾ വന്നിട്ട് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മാറി നിൽക്കാമോ, എനിക്ക് ഒത്തിരി വർക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് റിയാക്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ കേസസ് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഇങ്ങനെ അമ്മയ്ക്ക് എന്നെ കേൾക്കാൻ സമയമില്ല ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സമയത്ത് ആ ഒരു റെസ്പോൺസ് ആയിരിക്കരുത് അവരോട് കൊടുക്കുന്നത്. നമ്മൾ അതിനോട് റിയാക്ട് ചെയ്യാതെ ഒന്ന് പോസ് ചെയ്ത് പതുക്കെ സംഭവം എന്താ എന്ന് ചോദിക്കുക, മേക്ക് ആൻ ഐ കോണ്ടാക്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ മൈൻഡ്ഫുൾനെസ്സിൽ കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അത് തന്നെ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെയാണ് അതിലൂടെ ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ മൈൻഡ്ഫുൾനെസ്സിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും എന്നെ വേറൊരാളെ പറയാതെ ഞാൻ എൻ്റെ കാര്യം പറയാം. ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് എന്തെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ആ ഒരു ടെൻഷനിലോ എന്തെങ്കിലും ഒരു ടെൻഷനിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ വഴക്ക് പറയും. പെട്ടെന്ന് എടുക്കുന്ന തീരുമാനം സഡൻ ആക്ഷനാണ്. അപ്പോൾ പിന്നെ എനിക്ക് അത് ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നും. അപ്പോൾ ഇങ്ങനെ ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ വിമിയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ വിമി എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക, അവരുടെ അടുത്ത് എങ്ങനെയാണ് സംസാരിക്കുക?
ഇത് നമ്മൾ ഓവർ എ പീരീഡ് ചെയ്ത് ഇതൊരു ഹാബിറ്റ് പോലെ ആയിട്ടുണ്ടാവും. ഇത് സിറ്റുവേഷൻ അനുസരിച്ചാണ്. ഇത് നിങ്ങളുടെ അടുത്തൊരു പോലീസാണ് വന്നത് ചോദിക്കുന്നെങ്കിൽ ഈ റിയാക്ഷൻ ആയിരിക്കില്ല നമുക്കല്ലേ. അപ്പം നമുക്ക് പറ്റും എന്നുള്ളിടത്താണ് നമ്മളിങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ആ ഒരു അവയർനെസ് അവരിൽ ഉണ്ടാക്കിയെടുക്കുക. പക്ഷെ അത് ഈസി അല്ല. വന്ന ഉടനെ നിങ്ങൾ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ബ്രീത്ത് ചെയ്ത് അതൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നും പറഞ്ഞാൽ പെട്ടെന്നൊന്നും അതിന് റിസൾട്ട് ഉണ്ടാവില്ല. പക്ഷേ അത് കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ ആലോചിക്കുക, അത് എന്നിട്ട് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് വരും. പക്ഷേ എല്ലാവരും പറയും നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒന്ന് ചിന്തിക്കണം എന്ന് പറയും. അതായത് ഒരു റിയാക്ഷൻ ഇടുന്നതിൻ്റെ മുന്നേ ചിന്തിക്കാനുള്ള ഒരു അവസരം ചിലപ്പോൾ നമ്മൾ എടുത്തെന്ന് വരില്ല. അതൊരു ഇൽനെസ് തന്നെയല്ലേ ശരിക്കും? അത് ഇൽനെസ് അല്ല, അതൊരു കണ്ടീഷനാണ്. പക്ഷേ ഒരു കോൺഷ്യസ് എഫേർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വേണം, അങ്ങനെ ഞാൻ ചെയ്യില്ല എന്ന് ആലോചിച്ച് ചെയ്ത് തുടങ്ങിയാൽ അതിനൊരു ചേഞ്ച് ഉണ്ട്. പക്ഷെ അത് പലപ്പോഴും സംഭവിക്കാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്, നമുക്ക് പറ്റുന്നിടത്ത് മാത്രമേ നമ്മളങ്ങനെ റെസ്പോണ്ട് ചെയ്യുള്ളൂ. അല്ലാത്ത സ്ഥലത്ത് നമുക്കറിയാം ഇതെന്താ ചെയ്യേണ്ടതെന്ന് അല്ലേ. ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഒരു നല്ല തെറാപ്പിസ്റ്റിനെ നമ്മൾ എങ്ങനെയാണ് ചൂസ് ചെയ്യുക? ആൾക്കാർക്ക് ഇപ്പോൾ ഒരാൾ വന്ന് വിമിയുടെ അടുത്ത് ചോദിക്കുകയാണ് ഇവിടെ നല്ല തെറാപ്പിസ്റ്റ് എറണാകുളത്ത് എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ വിമി എങ്ങനെയാണ് ഒരു തെറാപ്പിസ്റ്റിനെ ചൂസ് ചെയ്യുക? ക്വാളിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അവരുടെ സർട്ടിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പിന്നെ അവരുടെ എക്സ്പീരിയൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഒരു തെറപ്പിസ്റ്റ് അല്ലെങ്കിൽ ഒരു കൗൺസിലറിന് ഏറ്റവും ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് പേഴ്സൺ ഷുഡ് ബി എ ഗുഡ് ലിസണർ. ഒരാൾ വന്ന് നമ്മളോട് ഒരു പ്രശ്നം പറയുമ്പോൾ അത് കേൾക്കാനുള്ളൊരു മനസ്ഥിതി ഉണ്ടാവണം. അതുപോലെ എംപത്തറ്റിക് ആയിരിക്കണം. അവർ പറയുന്ന കാര്യം കേട്ടിട്ട് അവർ ശ്രദ്ധിക്കുന്നുണ്ട്, അവർ പറയുന്നതിനോട് അതേ രീതിയിൽ ആ ഒരു വേവ് ലെങ്തിലാണ് നമ്മളത് കേൾക്കുന്നതെന്നുള്ള ഒരു അറ്റ്ലീസ്റ്റ് ബോഡി ലാംഗ്വേജ് കൊണ്ടെങ്കിലും അവർക്ക് അങ്ങനെ ഒരു കംഫർട്ട് കൊടുക്കണം. പിന്നെ ഈ ഒരു തെറപ്പി കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവർക്കൊരു റിസൾട്ട് ഉണ്ടാവണം. ദേ ഷുഡ് ഫീൽ ബെറ്റർ. അതാണ് ശരിക്കും ഒരു തെറപ്പിസ്റ്റിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്.